പാലക്കാട്ടെ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ്, ഷാഫിയുടെ റൈറ്റ് ഹാൻഡ്, ഷാഫിയുടെ കൂടെ ഇരിക്കുന്ന പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ ഫേസ്ബുക്കിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള രീതിയിലുള്ള തൊട്ട് വെക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ചെയ്യുന്ന ഒരു വൃത്തികെട്ടവനാണ് ഈ പ്രശോഭ് സി വത്സൻ. ആ പ്രശോഭ് സി വത്സൻ ഷാഫി പറമ്പിൻ്റെ വലങ്കൈയാണ്. ഈ കുട്ടിക്ക് ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണല്ലോ കൊണ്ടിട്ട് ഈ കുട്ടിയുടെ റൂമിൽ അതിക്രമിച്ച് കയറിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. എന്തായിരുന്നാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പം ചെയ്യുന്നത് ഇങ്ങനെയുള്ള കുറേ ആൾക്കാരെയാണ് കൊണ്ടു നടക്കുന്നത്. എല്ലാ പാർട്ടിക്കകത്തും ഉണ്ടാവും, ഇങ്ങനെയുള്ളവരുണ്ടാവും. പക്ഷേ ഇവർ പാർട്ടിയുടെ ഭാരവാഹികൾ എന്നുള്ളതിനപ്പുറത്ത് ജനപ്രതിനിധികളാണ്. സിബി രാജൻ ഭായി നമസ്കാരം. നമസ്കാരം. രാജൻ ഭായി, രാഹുൽ മാങ്കൂട്ടത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനെ ഇന്ന് പരസ്യമായിട്ട് തന്നെ പിടിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ വലിച്ചു കീറപ്പെട്ടിട്ടുണ്ട്. അവിഹിതം തന്നെയാണ് വിഷയം. അവിഹിതം മാത്രമല്ല, ജോലി വാഗ്ദാനം ചെയ്ത് വളരെ സാധാരണ ഒരു ദളിത് പെൺകുട്ടിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു, ഗർഭചിത്രം നടത്തി എന്നാണ് ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്ന ഈ വിഷയത്തോട്? ഈ വിഷയം സിബിക്കറിയാലോ, മിനിഞ്ഞാന്ന് തന്നെ എൻ്റെ അടുത്ത് എത്തിയതാണ്. അപ്പം ഞാനത് ഹോൾഡ് ചെയ്യാമെന്ന് കരുതിയത്. വേറെ എവിടെയോട്ടും ആ സമയത്ത് എവിടെയും പോയിട്ടില്ല. ഇന്നലെ ആർക്കും കിട്ടിയിട്ടില്ല. മിനിഞ്ഞാന്ന് ഈ സംഭവങ്ങളെല്ലാം മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ അടുത്ത് എത്തിയതാണ്. അതെല്ലാം എത്തിയപ്പോഴും ഞാനും പറഞ്ഞു ഹോൾഡ് ചെയ്യേ, ഇല്ലെങ്കിൽ പിന്നെ അവർ പല രീതിയിൽ ബ്ലാക്ക് മെയിലിംഗ്, ബാക്കിയുള്ളത് എല്ലാ രീതിയിലുള്ള ത്രെട്ടും ഒക്കെ നമുക്കറിയാം. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ തന്നെ ഈ അതിജീവിതന്മാരെ ഏതെല്ലാം രീതിയിലാണ് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കുന്നത്, അവരെ ഒരു ത്രെട്ടിൻ്റെ വഴിയിൽ നിർത്തുന്നത്, അവർ പേടിച്ച് ഭയന്ന് കേസ് പിൻവലിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള മാനസികമായി തളർത്താനുള്ള ഏതെല്ലാം നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം. അതിൽ തന്നെ 2 പേരെ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയാണ്. ഇന്നലെ വരെ ഒരു പെൺകുട്ടി ഞാൻ മരിച്ചാലും എന്താ നിങ്ങളൊക്കെ ഷൗട്ട് ചെയ്യുക സംസാരിക്കുന്ന ആൾക്കാരോട് എന്നുള്ളതാണ്. കാരണം അത്രയും മാനസികമായിട്ട് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതൊക്കെ ചെറിയ കുട്ടികളാണ്. ഇതും ഇതേപോലെ തന്നെ ഇതൊരു ദളിത് വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയാണ്. പ്രശോഭ് സി വത്സൻ എന്ന് പറയുന്ന പാലക്കാട്ടെ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ്, കൗൺസിലർ, പാലക്കാട് മുനിസിപ്പൽ കൗൺസിലർ. ഷാഫിയുടെ വലം കൈ, ഷാഫിയുടെ റൈറ്റ് ഹാൻഡ്, ഷാഫിയുടെ കൂടെ ഇരിക്കുന്ന പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ ഫേസ്ബുക്കിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇവൻ്റെ ന്യൂഡ് വീഡിയോസ് ഉണ്ട്. അതിപ്പോൾ നമുക്ക് ചാനലിനകത്ത് കാണിക്കാൻ പറ്റില്ല, പ്രേക്ഷകരുടെ മുമ്പിൽ. കാരണം കുടുംബമായിട്ടിരുന്ന് കാണുന്നവരുണ്ടാവും. ചിലപ്പോൾ കാറിൽ യാത്ര ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇതിരുന്ന് പ്ലേ ചെയ്യുന്നത്. മക്കൾ കാണും, അല്ലെങ്കിൽ സഹോദരങ്ങൾ കൂടെ കാണും. ഭാര്യയും ഭർത്താവും ഒപ്പം ഇരുന്ന് കണ്ട് കൂട്ടുകാരൊപ്പം ഇരുന്ന് കണ്ടാൽ കുഴപ്പമില്ല. അച്ഛൻ്റെ അമ്മയുടെയും കൂടെയോ സഹോദരങ്ങളുടെ കൂടെയോ മക്കളുടെ കൂടെയോ കാണാൻ പറ്റാത്ത വീഡിയോ ആണ്. ആ വീഡിയോ ഉണ്ട്, പിന്നെ അവർക്കിടയിലുള്ള ഫോൺ സംഭാഷണങ്ങളുണ്ട്, ബാക്കിയുള്ളതുണ്ട്, ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടാകുമ്പം ഈ മിഞ്ഞാന്ന് നമ്മൾ ഈ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് സിബിയോടും ഒക്കെ ഞാൻ പറഞ്ഞത് ഇങ്ങനെ സംഭവമുണ്ട്, 3-ാം തീയതിക്ക് ശേഷം നമുക്കത് ചെയ്യാം എന്നുള്ളത് പറഞ്ഞു നിന്നു. പക്ഷേ ഇന്ന് പിന്നെ ഞാൻ വൈകി എഴുന്നേൽക്കുന്ന ആളാണ്. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ചാനലുകളെല്ലാം വാർത്ത വന്നപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ ഫേസ്ബുക്ക് പേജിനകത്ത് ഇതിനകത്തുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിബി ഇത് ഗതികേടുകളെ ചൂഷണം ചെയ്യുകയാണ്. ഇത് ചൂഷണമാണ്. ഇതിനൊന്നും പിന്നെ നാളെ ഇവന്മാർ പറയും ഉഭയകക്ഷി സമ്മതം മറ്റേത് കുറച്ചെന്നൊക്കെ പറയും. ഈ കുട്ടി താമസിക്കുന്നിടത്തോട്ട് കയറി ചെന്നതാണ്. ഈ കുട്ടി താമസിക്കുന്നിടത്തോട്ട് കയറി ചെന്ന് ജോലി ശരിയാക്കാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ മനുഷ്യൻ ഗതികെട്ട് നിൽക്കുന്ന അവസ്ഥയിൽ നമുക്കറിയാം. കോവിഡ് കാലഘട്ടത്തിൽ പിന്നെ മുംബൈയിലെ ഒരു ഫ്ലാറ്റിൽ സ്വന്തം അച്ഛൻ ശ്വാസം മുട്ടി പെടയുന്ന സമയത്ത് ഓക്സിജൻ സിലിണ്ടർ ക്ഷാമമാണ്. കാരണം കോവിഡ് വരുന്നവർക്കെല്ലാം ശ്വാസതടസ്സമാണ് വരുന്നത്, ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാകുന്നു. ഓക്സിജൻ സിലിണ്ടറുള്ള അടുത്ത ഫ്ലാറ്റിലെ ഡോക്ടർ അടുത്ത് അവിടെ ഉണ്ടെന്നുള്ളത് അറിയാം. അവിടെ ചെന്നിട്ട് ഓക്സിജൻ ഇതിനു വേണ്ടി ചോദിക്കുമ്പം അയാൾ ഈ പെൺകുട്ടിയോട് സെക്ഷ്വൽ ഫേവറായി വെച്ച് ആ പെൺകുട്ടി റേപ്പ് ചെയ്തൊന്നുമല്ല, ആ പെൺകുട്ടി അവിടെ കിടന്നു കൊടുക്കേണ്ടി വന്നു. എന്താ കാരണം? അപ്പുറത്ത് അച്ഛൻ മരിക്കാൻ കിടക്കുക, അച്ഛൻ ജീവന് വേണ്ടി പിടയുക. അപ്പോൾ ഈ ഓക്സിജൻ സിലിണ്ടർ കിട്ടണമെന്നുണ്ടെങ്കിൽ അവൾക്ക് അവളെ ശരീരത്തെക്കാളും വലുതായിട്ട് അവളെ അച്ഛൻ്റെ ജീവനാണ് നിൽക്കുന്നത്. അത്തരം ദുർബലതകളെ വിനിയോഗിക്കുന്ന, ചൂഷണം ചെയ്യുന്ന വൃത്തികെട്ടവന്മാരാണ് ഇവർ. അങ്ങനെ വൃത്തികെട്ടവന്മാരല്ലാതെ ഒരുത്തനെങ്കിലും ഷാഫിയുടെയും രാഹുലിൻ്റെയും കൂടെ ഉണ്ടോ? ഒരു നൈനാൻ്റെ കാര്യം നമുക്കറിയാലോ. ബാക്കിയുള്ള മറ്റേ പയ്യൻ കുഞ്ഞിനെ കുറച്ചുകൂടെ നീറ്റാന്ന് തോന്നുന്നു, റനോപ്പിനെ. അത് ഞാൻ പറഞ്ഞല്ലോ, അവനെ തുടക്കത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അവനെക്കുറിച്ച് പിന്നീട് അന്വേഷിക്കുമ്പോൾ അവനെ എങ്ങനെയോ ഈ ഗ്യാങ്ങിൽ അങ്ങ് പെട്ടുപോയത്. അങ്ങനെ ഉണ്ടല്ലോ. അല്ല, ഇപ്പോൾ ആ ഗ്യാങ്ങിന്നൊക്കെ പോയല്ലോ. അവൻ കുറച്ചുകൂടി ഒരു മര്യാദക്കാരനാണ് എന്നുള്ളത്. അതുകൊണ്ട് അവൻ ജയിക്കുകയും ചെയ്തു. ഏനാത്ത് പഞ്ചായത്തിൽ അവൻ ജയിച്ചു, ഏറത്ത് പഞ്ചായത്തിൽ. അപ്പം ഞാൻ പറയുന്നത് ഇതിനകത്തുള്ളത് ബാക്കിയുള്ള ഒരുത്തിയുണ്ടല്ലോ, ഒരു വൃത്തികെട്ടോള്. അവൾ അവിടെ കിടന്നിട്ട് സ്ത്രീപക്ഷവാദം ഒരു വശത്ത് ചാനലുകൾക്കകത്ത് പോയി പറയുകയും ചെയ്യാം, മറുവശത്ത് ഈ ഇരകൾക്കെതിരായിട്ടുള്ള വളരെ മോശപ്പെട്ട രീതിയിൽ അവരെ കുറ്റവാളികളാക്കുന്ന രീതിയിലുള്ള വർത്തമാനം പറഞ്ഞിട്ട് ജില്ലാ പഞ്ചായത്തിൽ കിടന്ന് കോൺഗ്രസ് അവളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയുന്നില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോവും. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ളവർ, മാന്യമായിട്ടുള്ള ഒറ്റ സ്ത്രീകൾ, ഞാനൊരു പെണ്ണാണ് എന്ന ബോധത്തിൽ ആത്മാഭിമാന ബോധമുള്ള പെണ്ണുങ്ങൾ ഇതൊന്നും വലിയ ഇഷ്യൂ ആക്കണ്ട എന്നുള്ള മറ്റുള്ള പെണ്ണുങ്ങളാണെങ്കിൽ ഞാൻ അങ്ങനെ 100 കണക്കിന് പോയതല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെന്താ കുഴപ്പമെന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ചില പെണ്ണുങ്ങളല്ലാതെ ഒരൊറ്റ സ്ത്രീകളും ഇതിനെ മനസ്സുകൊണ്ട് അംഗീകരിക്കത്തില്ല. മാത്രമല്ല, ദുർബലതയെ, അവരുടെ തകർന്നു നിൽക്കുന്ന പിന്നെ സാഹചര്യങ്ങളെ ചൂഷണം ചെയ്യുക, അത് ചൂഷണമാണ്. ഇതേപോലെ തന്നെ സമാനമായൊരു കേസ് വേറെ ഉണ്ടായിട്ടുണ്ട്.
കുഞ്ഞിൻ്റെ പിന്നെ ശസ്ത്രക്രിയയ്ക്ക് പൈസ ഇല്ലാതെ വന്നപ്പം അത് കേരളത്തിലാണ് നടന്നിട്ടുള്ളത്, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന് വായിച്ചിട്ട് വാർത്തയാണ്. ശസ്ത്രക്രിയയ്ക്ക് പൈസ ഇല്ല, അവസാന ഘട്ടത്തിൽ പൈസ ഇല്ലാതെ വന്നപ്പോൾ ഓപ്പറേഷന് വേണ്ടിയിട്ട് അവിടെ പൈസയുള്ള ഒരാളെടുത്ത് സഹായം ചോദിച്ചു തന്നപ്പോൾ അയാളെ ഭാര്യയും മക്കളും വീട്ടിലില്ലാത്ത നേരത്താണ് ഈ സ്ത്രീയോടടുത്ത് റേപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല, ആ സ്ത്രീയുടെ അടുത്ത് ഡിമാൻഡ് വെച്ചു. കുഞ്ഞു മരിക്കും. ആ സമയത്ത് പിന്നെ അവരുടെ ആ ഒരു നിസ്സഹായ അവസ്ഥയെ ചൂഷണം ചെയ്യുന്ന രീതിയിലേക്കാണ് പോകുന്നത്. അതിനെ ലിറ്ററലി റേപ്പായിട്ട് തന്നെ കണക്കൂട്ടണം. കാരണം അവരുടെ മനസ്സുകൊണ്ട് സമ്മതമില്ല, അവരുടെ ശരീരം അവർ ഗതികെട്ട് പണങ്ങി കൊടുക്കുക. അത് അവർക്ക് ആഡംബര ജീവിതം ജീവിക്കാനോ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആവാനോ വേണ്ടിയിട്ടല്ല ഈ കടന്നു കൊടുക്കുന്നത്, മനസ്സിലാക്കണം. അവന് എന്തെങ്കിലും സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് മറ്റേത് അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാനാണെങ്കിൽ ഇത് കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനാണ്. ഇങ്ങനെയുള്ള രീതിയിലുള്ള തൊട്ട് വെക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ചെയ്യുന്ന ഒരു വൃത്തികെട്ടവനാണ് ഈ പ്രശോഭ് സി വത്സൻ. ആ പ്രശോഭ് സി വത്സൻ ഷാഫി പറമ്പിൻ്റെ വലങ്കൈയാണ്. നമ്മളൊക്കെ പലപ്പോഴും പറയുന്നത് പോലെ ബാലൻകേതായ മഹാനായ നടനാണ്, നല്ല മനുഷ്യനാണ്. ടി ജി രവി നല്ല മനുഷ്യനാണ്, നമുക്കൊക്കെ ആദരവുള്ള നടന്മാരാണ്. പക്ഷേ എന്നാൽ തന്നെ നമ്മൾ പറയാറുണ്ട് ബാലൻകേ നായർ പോയി ടി ജി രവി വന്നു എന്ന് പറയാറുണ്ട്. അത് അവരുടെ വില്ലൻ കഥാപാത്രങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് പല ഘട്ടത്തിലുള്ളതാണ്. കാരണം ഇവർ രണ്ടുപേരും എപ്പോഴും റേപ്പ് സീനിലാണല്ലോ വരിക. ഈ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ഷാഫിയുടെ പിൻഗാമിയായിട്ട് രാഹുൽ വരുന്നു. രാഹുലിൻ്റെയും ഷാഫിയുടെയും വലങ്കയായിട്ടുള്ള പ്രശോഭ് സി വത്സൻ ഇവർ തന്നെ നിർദ്ദേശിച്ചു കൊണ്ടുവന്ന രമേഷ് പിഷാരടിയോടെ വരുന്നു. എന്താണ് രമേഷ് പിഷാരടിക്ക് ഇതിനകത്ത് റോള്? എന്തിനാണ് രമേഷ് പിഷാരടി ഇമാതിരി വൃത്തികെട്ടന്മാരെ കൊണ്ടുവന്നത്? രമേഷ് പിഷാരടി അഭിമാന ബോധമുള്ളവനാണെങ്കിൽ, സാംസ്കാരിക ബോധമുള്ളവനാണെങ്കിൽ രമേഷ് പിഷാരടി ഈ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിൻവാങ്ങുക വേണ്ട ഏകപക്ഷീയമായിട്ട്. ഞാനില്ല, ഇത്തരക്കാരുടെ കൂടെ ഞാനില്ല, എനിക്ക് പരിപാടി വേണ്ട. കാരണം രമേഷ് പിഷാരടിക്ക് നമ്മുടെയൊക്കെ മനസ്സിൽ വിലയുണ്ട്. എന്നിട്ട് ഷാഫിയുടെയും പിന്നെ മാങ്കൂട്ടത്തിൻ്റെ ഒക്കെ പുറകെ കിടക്കാം. ഞാൻ ജയിച്ച മമ്മൂട്ടിയെ കൊണ്ടുവരുമെന്ന്. ഞാൻ ജയിച്ചവിടെ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുന്നല്ലേ. മമ്മൂട്ടി ഒരുപാട് പ്രാവശ്യം പാലക്കാട് പോയിട്ടില്ല. മമ്മൂട്ടി ഏത് നാട്ടിലാണ് വരാത്തെ? മമ്മൂട്ടിയൊക്കെ കടൽ ഉദ്ഘാടനം ചെയ്യാനും ബാക്കിയുള്ളതിനൊക്കെ മമ്മൂട്ടി മഞ്ജു വാര്യരും ഇവരൊക്കെ എല്ലാ ടൗണിലും. പാലക്കാട് ഏറ്റവും കൂടുതൽ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലമല്ലേ? പാലക്കാട് മണ്ഡലത്തിന്റെ തൊട്ടിപ്പുറത്താണെങ്കിലും മണ്ണാർക്കാട് മണ്ഡലത്തിലുള്ള അട്ടപ്പാടി, ഷോളയാർ ആ ഭാഗത്തും ഒക്കെ എല്ലാം നടക്കുന്നതല്ലേ. ഞാൻ തന്നെ മമ്മൂട്ടിയെ 2-3 പ്രാവശ്യം അവിടെ പോയി കണ്ടിട്ടുണ്ട് പാലക്കാട്. മമ്മൂട്ടിയെ കാണാനാണോ അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് കിട്ടാനാണോ ബുദ്ധിമുട്ട്? ജോർജ് ചേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ സിവിക്ക് കിട്ടത്തില്ലേ അപ്പോയിന്റ്മെന്റ്? ഇതെന്താ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? ഇത് ഇവമാര് ഓഫർ കൊടുക്കുക പാവപ്പെട്ട മനുഷ്യരുടെ മുമ്പിൽ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക്, നിങ്ങളുടെ ദൈന്യതകൾക്ക്, നിങ്ങളുടെ നിസ്സഹായതകൾക്ക് ഞങ്ങൾ പരിഹാരം കണ്ടെത്തുമെന്നുള്ള ഒരു കാര്യമല്ല ജനപ്രതിനിധി വെക്കുന്നത്. ഞാൻ മമ്മൂട്ടിയെ കൊണ്ടുവരാമെന്ന്. ഞാൻ ഇവിടെ ഫ്രീ ആയിട്ട് മിമിക്സ് പരേഡ് നടത്താമെന്ന് കൂടെ പറയാത്തതിൻ്റെ കുഴപ്പമേ ഉള്ളൂ. ഏത് പാലക്കാട് മണ്ഡലത്തിലെ എല്ലാ ഉത്സവത്തിനും, എല്ലാ പള്ളിപ്പെരുന്നാളിനും, എല്ലാ പരിപാടിക്കും, ഓണത്തിനും ക്രിസ്മസിനും എല്ലാത്തിനും ഞാനിവിടെ മിമിക്രി അവതരിപ്പിക്കുന്നു കൂടെ പറയണം, അല്ലെങ്കിൽ മോണോ ആക്ട് അവതരിപ്പിക്കുന്നു പറയണം, അല്ലെങ്കിൽ ഞാനിവിടെ പിന്നെ എൻ്റെ സ്റ്റേജ് ഷോ നടത്താമെന്ന് പറയണം. അതും കൂടെ പറയാത്തതിൻ്റെ കുഴപ്പമേ ഉള്ളൂ. രമേഷ് പിഷാരടിക്ക് ഉളുപ്പുണ്ടെങ്കിൽ ഇമാതിരി വൃത്തികെട്ടവരെയാണെന്ന് രമേഷ് പിഷാരടിക്ക് അവിടുത്തെ പൾസ് അറിയത്തില്ല. ഷാഫിയും രാഹുലും കൂടി പ്ലാൻ ചെയ്ത് കെ മുരളീധരനെ അവിടെ നിർത്താമായിരുന്നു, തങ്കപ്പൻ ചേട്ടനെ അവിടെ നിർത്താമായിരുന്നു. കാരണം അവർക്കൊരു ഷോർട്ട് സീറ്റ് അത് കയ്യിൽ നിന്ന് നഷ്ടപ്പെടണം. കാരണം ഷാഫിക്ക് ജയിച്ചാൽ 2029 വൺ ഇന്ത്യ ഇലക്ഷൻ വരുന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്നത് ഇരിക്കുന്നത്. അപ്പം പിഷാരടിക്ക് മാറിക്കൊടുക്കും. പിഷാരടിക്ക് ഷാഫി ഒരു പ്രൊഡക്ഷൻ ഹൗസും തുടങ്ങി ഫണ്ടും പിന്നെ പമ്പ് ചെയ്യും. പിന്നെ രമേഷ് പിഷാരടിയെ നല്ലൊരു നിർമ്മാതാവാക്കി മാറ്റും. അതുള്ള കാര്യങ്ങളും ബാക്കിയുള്ളതും എല്ലാം അവിടെ ഡീലുണ്ട്. അതേസമയം തോറ്റാ പറയും രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കാത്തതുകൊണ്ട് തോറ്റേന്ന് പറയും. ഇവരെ കൂടെയുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഈനാമ്പേച്ചിക്ക് കൂട്ടം മരപ്പെട്ടി എന്ന് പറഞ്ഞ പോലെ ഇവരെല്ലാം തമ്മി ചേരും. ഈ പ്രശോഭ് സി വത്സൻ എന്ന് പറയുന്ന ഈ കൗൺസിലറുടെ അടുത്ത് ആളുകൾ നാളെ ഒരു ലൈഫ് മിഷനിലെ വീടിൻ്റെ അപേക്ഷയ്ക്ക് എന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എന്നാൽ, മുനിസിപ്പൽ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് എന്ന് കഴിഞ്ഞാൽ ഇവൻ പെണ്ണുങ്ങളാണെങ്കിൽ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? അവന് വഴങ്ങുന്നവർക്കല്ലാതെ അവൻ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കും. ഒരു ഫേവർ ഈ കുട്ടിക്ക് ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണല്ലോ കൊണ്ടിട്ട് ഈ കുട്ടിയുടെ റൂമിൽ അതിക്രമിച്ച് കയറിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. എന്തായിരുന്നാലും ആ കുട്ടിക്ക് ചെറിയൊരു ബുദ്ധി ഉള്ളതുകൊണ്ട് ചില കാര്യങ്ങൾ എടുത്തു വെച്ചു, അത്രയേ ഉള്ളൂ. കാരണം ഇവർ ചെയ്യുന്നത് പിന്നെ ഇവർ തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇമാതിരി വൃത്തികേടാണ് ചെയ്യുന്നത്. പാലക്കാട് രമേഷ് പിഷാരടിയെ പോലെയുള്ള ഒരാൾ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രമേഷ് പിഷാരടിയെ പോലെയുള്ള ഒരാൾ ഈ കെണിയിൽ പോയി കൊത്താൻ പാടില്ലായിരുന്നു. രമേഷ് പിഷാരടിയുടെ വില കളയത്. രമേഷ് പിഷാരടി ഇവരൊക്കെ തമ്മിൽ നല്ല കെമിസ്ട്രിയിലാണെന്നും നല്ല അന്തർധാര സജീവമാണെന്നുള്ളത് ബോധ്യമായല്ലോ. ഇല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളി പറഞ്ഞിട്ടുണ്ട് രമേഷ് പിഷാരടി ഇങ്ങനെയുള്ള ശ്രീലമ്പടനെ. രാഹുൽ മാങ്കൂട്ടത്തിന് കൂടെ നടക്കുന്നവന്മാർ മുഴുവൻ ഇങ്ങനെയാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഫെനിയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഫെനി രണ്ടാമത്തെ അതിജീവിതരെടുത്തും മൂന്നാമത്തെ ജീവിതരെടുത്തും ഒരു രക്ഷാവേഷം കിട്ടിയിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കാന്നുള്ള രീതിയിലൊരു ആദ്യ ആംഗ്ലയായിട്ട് വരുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ്റെ ട്രോള് മാറുന്നു. രണ്ടാമത്തെ അതിജീവിതയെ അവനും കൂടി അന്ന് റേപ്പ് ചെയ്യുക എന്നുള്ളത് മാങ്കൂട്ടത്തിൻ്റെ പെർമിഷനോടുകൂടി റേപ്പ് ചെയ്യുന്നൊരു സ്ഥിതിയിലേക്ക് എത്തുമായിരുന്നു. ആ കുട്ടിക്ക് അപ്പം ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായിട്ടാണ്, ആ കുട്ടിക്ക് പിന്നെ അസുഖമുണ്ട്, അതുകൊണ്ട് രക്ഷപ്പെട്ടതാ. ഇല്ലെങ്കിൽ അവനും കൂടെ ചെയ്യുമായിരുന്നു. അപ്പം എന്തായിരുന്നാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പം ചെയ്യുന്നത് ഇങ്ങനെയുള്ള കുറേ ആൾക്കാരെയാണ് കൊണ്ടു നടക്കുന്നത്. ഇവർ പറഞ്ഞല്ലോ, പി കെ ശശിയേട്ടനെ കുറേ കാലം ഈ ഒരാഴ്ച മുമ്പ് വരെ ഇവർ അണങ്ങിയാൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പറയുമ്പോൾ ഉടനെ പി കെ ശശിയേട്ടൻ്റെ ഫോട്ടോ എടുത്തിട്ട് തീവ്രത കുറഞ്ഞ പീഡനമെന്ന് പറഞ്ഞ് ഇവർ പോസ്റ്റ് ഇടുമായിരുന്നല്ലോ. ഈ ഷാഫിയുടെയും ഈ മാങ്ങാണ്ടിയുടെയും
പിന്നെ സൈബർ ടീമും AI ടീമും ബാക്കിയുള്ള ഫാൻസും കൂടാണല്ലോ അത് പ്രചരിപ്പിച്ച്. എന്തേ പി കെ ശശിചേട്ടനെ ഇപ്പോൾ അവരുടെ സ്ഥാനാർത്ഥിയാക്കിയില്ലേ? പി കെ ശശിചേട്ടൻ എന്തായാലും ആരെ റേപ്പ് ചെയ്തു എന്നുള്ള പരാതി അല്ല, അതാണല്ലോ നിലപാട്. ഒരു നിലപാടുമില്ല. അതിനെ ന്യായീകരിക്കാൻ ഇവിടുത്തെ എല്ലാ നേതാക്കന്മാരും ഈ പറഞ്ഞ കുണാണ്ടർമാരെല്ലാം കൂടെ ദില്ലിയിൽ ഇരുന്നിട്ടാണല്ലോ ഇവർക്ക് പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചത്. ഓക്കെ, തളിപ്പറമ്പിൽ ഗോവിന്ദന് പിന്തുണ കൊടുത്തതിനകത്ത് ഗോവിന്ദനെ കുറിച്ച് വേറെ ആക്ഷേപങ്ങളൊന്നുമില്ല, രാഷ്ട്രീയമൊന്നുമില്ല. ഇവർക്ക് ഇനിയിപ്പോൾ എന്താ ഗണേശനെ കുറ്റം പറയാനുള്ള അവകാശം? ഗണേശനെതിരെ എന്തെങ്കിലും ബലാത്സംഗ പരാതി ഉണ്ടോ? ഇല്ല. ഗണേശന്റെ ഭാര്യയായിട്ട് ഇതുണ്ടായി സംഭവങ്ങൾ, അതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്. പക്ഷേ ഭാര്യ തന്നെ ഒരു പരാതി പിൻവലിച്ചു, ഓക്കെ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് ആരോപിക്കപ്പെടുന്ന പെണ്ണിന് ഒരു പരാതിയില്ലല്ലോ. എന്നെ റേപ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, എന്നെ ബലം പ്രയോഗിച്ച് ചെയ്തെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, എന്നെ അബോർഷൻ ഇതയാക്കി എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ എല്ലായിടത്തും ഈ അബോർഷൻ ഉണ്ടെന്നേ. ഇവന്മാരെ സ്ഥിരം പരിപാടിയാണ്. ഇവന്മാരൊക്കെ ഇത്തരം സ്ഥാനങ്ങളിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ, ഇപ്പോൾ മാങ്ങാണ്ടി അവിടെ നിന്ന് പോന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവിടെയുള്ള ഗൈനക്കോളജിസ്റ്റുകൾക്കൊന്നും പണിയില്ലെന്നാണ് പറയുന്നത്. ഇപ്പോൾ പലയിടത്തും ഇപ്പോൾ കേരളത്തിലെ ഗൈനക്കോളജിസ്റ്റുകൾക്ക് പണിയില്ല. മറ്റേത് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഉള്ളവർക്കൊക്കെ അത്യാവശ്യം കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുമല്ല, ഈ മരുന്നുകൾ ഇറക്കുന്ന കമ്പനികൾക്കും ഇപ്പോൾ നഷ്ടമാണ്. അവരെ മാർക്കറ്റിംഗ് ടീമിനകത്തുള്ള ആൾക്കാരുടെ എണ്ണമൊക്കെ, സെയിൽസ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ എണ്ണമൊക്കെ കുറച്ചെന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ കോസ്റ്റ് കൺട്രോളിൻ്റെ ഭാഗമായിട്ട്. കാരണം സാധനം ചെലവഴിയുന്നില്ല. നാട്ടിൽ മുഴുവൻ ഇത് കൊണ്ടേക്ക് കൊടുക്കുന്ന വൃത്തികെട്ടവന്മാരും ഇവനെയൊക്കെ ചുമന്നുകൊണ്ട് കിടക്കുക. മുനിസിപ്പൽ കൗൺസിലറല്ല, കോൺഗ്രസ് എന്ത് മറുപടി പറയുന്നുള്ളതാണ് കാത്തിരിക്കേണ്ടത്. ഇത് കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും CPI ആണെങ്കിലും ലീഗ് ആണെങ്കിലും BJP ആണെങ്കിലും നമ്മുടെ നിലപാട് ഇത് തന്നെയാണ്. ഇവിടെ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടാവുന്നുണ്ടല്ലേ? ഹേമ കമ്മിറ്റി സിനിമയ്ക്കകത്ത് വന്ന മീഡിയ ഫീൽഡിലുണ്ട്, ബാക്കിയുള്ളിടത്തുണ്ട്. നമുക്കറിയാം ഓൺലൈൻ പല മീഡിയകൾക്കകത്തും തിരിച്ച് സെക്ഷൽ ഫേവർ ആയിരിക്കുന്നത്. കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നീ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ജോലി തരാമെന്നുള്ളതാണ് പറയുന്നത്. അവരുടെ കഴിവല്ല നോക്കുന്നത്. ഇതെല്ലാ മേഖലയിലുണ്ട്. ആ മേഖലയിലേക്ക് രാഷ്ട്രീയ പ്രവർത്തകർ, പൊതുപ്രവർത്തകർ പോകുക എന്ന് പറഞ്ഞാൽ അത് പഞ്ചായത്ത് മെമ്പർ ആയാലും മുനിസിപ്പൽ കൗൺസിലർ ആയാലും MLA ആയാലും MP ആയാലും, ഇത് പഞ്ചായത്ത് മെമ്പർ തൊട്ട് MP വരെയുള്ളവരെല്ലാം ഒരു ചങ്ങലയായിട്ടാണല്ലോ ഇതിനകത്ത് നിൽക്കുന്നത്. MP പിന്നെ MPക്ക് പിന്നെ MPയുടെ വീക്ക്നെസ് MPയുടെ വീക്ക്നെസ് വെച്ചിട്ട് ആണുങ്ങൾക്കൊന്നും എന്തായാലും ഗർഭം ഉണ്ടാവത്തില്ല. ഞാൻ പറയുന്ന കുറിച്ചിരിക്കട്ടെ, MPയുടെ വീക്ക്നെസ് കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല, അപ്പോർഷൻ നടക്കത്തില്ല, ആണുങ്ങൾക്കൊന്നും ഗർഭം ഉണ്ടാവത്തില്ല. അതുകൊണ്ട് പിന്നെ ആ ഒരു പ്രശ്നമില്ല. ബാക്കിയുള്ളവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ നാട്ടിലാകെ ഗർഭം ഉണ്ടാക്കുക, കലക്കുക, ഇത് തന്നെ പരിപാടി. അല്ല, ഈ അടുത്ത കാലത്ത് തന്നെ മറ്റേ പത്തനംതിട്ട ജില്ലയിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി കാരണം ഒരു യുവതി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അല്ല, ഇത് ഞാൻ പറയട്ടെ, ഇത് എല്ലാ പാർട്ടിക്കകത്തും ഉണ്ടാവും, ഇങ്ങനെയുള്ളവരുണ്ടാവും. പക്ഷേ ഇവര് പാർട്ടിയുടെ ഭാരവാഹികളെന്നുള്ളതിന് അപ്പുറത്ത് ജനപ്രതിനിധികളാണ്. CPI മുനിസിപ്പൽ കൗൺസിൽ എന്ന് പറഞ്ഞാൽ ദിവസവും പിന്നെ ആ ഡിവിഷനകത്തുള്ള ആൾക്കാർ പല കാര്യങ്ങൾക്ക് വേണ്ടി മുനിസിപ്പാലിറ്റി ഓഫീസിൽ വരുമ്പോൾ ഓരോ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും സമീപിക്കുന്നത് ആരെയാ? MLA MP അല്ല, മുനിസിപ്പൽ കൗൺസിലറെയാണ്. അപ്പോൾ ഈ മുനിസിപ്പൽ കൗൺസിലർ തൊട്ട് ഇപ്പോഴത്തെ സിറ്റിംഗ് MLA തൊട്ട് MP വരെ ഉള്ളവർ ചേർന്നിട്ടുള്ള ഒരു ചെയിൻ എന്ന് പറഞ്ഞാൽ അതൊരു മാഫിയാണ്. അത് പെൺമാഫിയാണ്. അത് ഇതിനകത്തിന് ലഹരി മാഫിയയ്ക്ക് വല്ല പങ്കുണ്ടോ എന്നുള്ളത് മാത്രമേ അന്വേഷിക്കാൻ ബാക്കിയുള്ളൂ. ഇവർ അവരുടെ പാർട്ടിക്കകത്ത് തന്നെ ക്രിമിനൽ സംഘമാണ്. കോൺഗ്രസിനകത്ത് തന്നെ വളർന്നു വരുന്ന ചെറുപ്പക്കാരെ വെട്ടി ഒതുക്കുന്ന ഒരു ക്രിമിനൽ സംഘമാണ്. എന്തായിരുന്നാലും ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടി പരിശോധിക്കേണ്ടതാണ്. പ്രിയങ്ക ഗാന്ധി ഒരു സ്ത്രീയാണ്, സോണിയാഗാന്ധി ഒരു സ്ത്രീയാണ്, കോൺഗ്രസിൻ്റെ സമ്മതിത നേതാവാണ്. ഔദ്യോഗികമായി ഭാരവാഹി അല്ലെങ്കിലും പിന്നെ സോണിയാഗാന്ധി രാജ്യസഭാംഗമാണ്. പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ നിന്നുള്ള MP-യാണ്, AICC പിന്നെ സെക്രട്ടറിയാണ്. അതുകൊണ്ട് അതേപോലെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കേരളത്തിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് അവർക്കെല്ലാം ഇതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, UDF കൺവീനർ അടൂർ പ്രകാശ്, ഇവരൊക്കെ എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് അടുത്ത ദിവസങ്ങളിൽ അറിയേണ്ടത്. എന്ത് വന്നാലും രമേശ് പിഷാരടിയോട് എനിക്ക് പറയാനുള്ളത്, രമേശ് പിഷാരടി ഇത്രയും ദിവസം ഇങ്ങനെയുള്ള വൃത്തികെട്ടവന്മാരെ കൊണ്ടുനടന്നതിന് ഒന്നല്ലെങ്കിൽ പൊതുസമൂഹത്തോട് മാപ്പ് പറയണം. ഇതിനൊക്കെ മറ്റവന്മാർക്കും ഇവൻ്റെ സ്വഭാവം അറിയാലോ. അവരറിഞ്ഞുകൊണ്ടാണല്ലോ രമേശ് പിഷാരടിയെ കൊണ്ടുവന്നത്. നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വന്ന് നിൽക്കുന്നത്, ഞാൻ ഇന്ന് നിൽക്കാനില്ല, എന്താ വെച്ചാൽ ആയിക്കോ, നിങ്ങൾ പിന്നെ വേറെ ആരെങ്കിലും സ്വതന്ത്രം പിന്തുണ കൊടുത്തോളാൻ പറഞ്ഞിട്ട് അവിടുന്ന് പെട്ടിയും കടക്കി എടുത്ത് തിരിച്ച് അവനോட പരിപാടിക്ക് പോകണം എന്നുള്ളത് എനിക്ക് രമേശ് പിഷാരടിയോട് പറയാനുള്ളത്.